ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ വ്ലോഗ്. അപ്പോൾ നമ്മളിതാ മണാലിയൊക്കെ കറങ്ങി ഇപ്പോൾ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ പുലർച്ചെയാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നേരെ ഒരു റൂം എടുക്കണം. അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഡൽഹി ഒന്ന് കാണാൻ ഇറങ്ങണം. ഓക്കെ. ഹലോ എവരിവൺ, ഞങ്ങൾ ഡൽഹി നടുറോഡിൻ്റെ ഇടയിലാണ്. നമ്മൾ കുത്തബ് മിനാർക്ക് പോകാൻ വേണ്ടി നോക്കുകയാണ്. പക്ഷേ ഒരു വണ്ടി അങ്ങോട്ട് പോകണില്ല. അപ്പോൾ അവസാനം നമ്മൾ ക്യാബ് എന്നിട്ട് അപ്പോൾ നമുക്ക് ക്യാബ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ക്യാബിൽ ഫസ്റ്റ് കുത്തബ് മിനാർ പോകും. അത് കഴിഞ്ഞിട്ട് എവിടെയൊക്കെ പോകാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷേ നമ്മളെ കൊണ്ട് പറ്റുന്ന മാക്സിമം നമ്മൾ കവർ ചെയ്യാൻ വിചാരിക്കുന്നത്. നമ്മൾ ഡൽഹിയിൽ റൂം എടുത്തിട്ടുള്ളത് എയർപോർട്ടിൻ്റെ അടുത്താണ്. കാരണം നമുക്ക് മറ്റന്നാൾ ഏർലി മോർണിംഗ് ആണ് ഫ്ലൈറ്റ് വരുന്നത്. അപ്പോൾ അതിന് സുഖത്തിന് വേണ്ടിയിട്ട് നമ്മൾ എയർപോർട്ടിൻ്റെ അടുത്താണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു വലിയ എൻക്വയറി എന്ന് പറഞ്ഞാൽ കുട്ടീൻ്റെ ഫുഡ് എന്താ ചെയ്തതെന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ റെഡി ടു ഈറ്റ് ആയിട്ടുള്ള ഏകദേശം എല്ലാ സീരിയൽസും കയ്യിൽ വെച്ചു. അതേപോലെ നമ്മൾ ഹോട്ട് വാട്ടർ ക്യാരി ചെയ്യാൻ ഒരു ഫ്ലാസ്ക് വേണം. പിന്നെ ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്തത് ഒരു ഓൾ പർപ്പസ് കെറ്റിലാണ്. ഇപ്പോൾ നമ്മൾ നോർമൽ റാഗി പൗഡർ ആണെന്നുണ്ടെങ്കിലും നമുക്കത് റൂമിലെത്തിയാൽ നമുക്ക് ആ കെറ്റിലിൽ അത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഗുഡ് ലൈഫിൻ്റെ നോർമൽ മിനി പാക്ക് മിൽക്ക് പാക്ക് ഉണ്ടല്ലോ, അതും കയ്യിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ എത്തിയിട്ടുണ്ട് കുത്തബ് മിനാറിൻ്റെ. ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം പുറത്തേക്ക് പോകാൻ. നമുക്കിവിടെ ഓൺലൈൻ ബുക്ക് ചെയ്യാനുള്ളത് പോർട്ടലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഓൺലൈൻ ബുക്ക് ചെയ്തിട്ട് വരുന്നതാകും കുറച്ചുകൂടി നല്ലത്. എന്നാൽ പിന്നെ ഇങ്ങനെ ലൈൻ വരി നിൽക്കേണ്ട ആവശ്യമില്ല. ഇതാണ് ഏറ്റവും വലിയ സംഭവം. ഇന്ത്യൻസ് ആയതുകൊണ്ട് ഇന്ത്യൻസിന് 40 രൂപയും ഫോറിനേഴ്സിന് ഉണ്ടല്ലേ അപ്പോൾ നമ്മൾ ഇന്ത്യൻസ് ആയതുകൊണ്ട് നമ്മൾ ഭാഗ്യനെ. ഞങ്ങൾ കുത്തബ് മിനാർ കണ്ടു. സോ ഗൈസ്, ഇതാണ് നമ്മുടെ കുത്തബ് മിനാർ. അപ്പോൾ ഇതാണ് ഗായ്സ് കുത്തബ് മിനാർ. നല്ല ഭംഗിയാട്ടോ ഇതിങ്ങനെ കണ്ടിരിക്കാനായിട്ട്. മൊത്തത്തിലൊരു ജോമെട്രിക്കൽ പാറ്റേൺ പോലെയൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് മൊത്തത്തിൽ പറയുന്ന പേര് കുത്തുബ് കോംപ്ലക്സ് എന്നാണ്. ഈ ടവറിനെ നമ്മൾ പറയും കുത്തബ് മിനാർ എന്നുള്ളത്. കുത്തബ് മിനാറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 70 മീറ്റേഴ്സ് എബവ് ഒക്കെയാണ് കേട്ടോ. അങ്ങനെ നമ്മളിതാ നടന്ന് എല്ലാ ഭാഗങ്ങളും കാണാൻ വേണ്ടിയിട്ട് പോയി ടോട്ടൽ കുത്തബ് കോംപ്ലക്സ് നമ്മൾ കവർ ചെയ്യാണ്. ഒന്നും കൂടി പറയാം റെക്കോർഡ്. നമ്മള് കുത്തബ് മിനാർ അപ്പോ അപ്പൊ എന്തിനാ ആ കുത്തബ് മിനാറിൽ നമ്മൾ ഇറങ്ങി.
ഇപ്പോൾ നമ്മൾ തിരിച്ച് ഡൽഹി ടൗണിലേക്ക് പോവാണ്, സരോജിനി നഗർ പോവാണ്. ബാക്കിയുള്ള സ്ഥലത്തൊന്നും ഇനി പോകാനുള്ള ടൈം ഉണ്ടാവില്ല. അപ്പോൾ ഈ സരോജിനി നഗർ മെട്രോ എടുത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ഗൈസ്, ഡൽഹി ടൗണിലെത്തിയാൽ ഇനിയുള്ള ട്രാൻസ്പോർട്ടേഷനിലെ ഏറ്റവും നല്ല വേ എന്ന് പറയുന്നത് മെട്രോ തന്നെയാണ് കേട്ടോ. കമ്പാരിറ്റീവ്ലി നമ്മൾ ടാക്സി ആയാലും റിക്ഷ ആയാലും എല്ലാം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മെട്രോ ആണ് നല്ലത്. നമുക്ക് ടിക്കറ്റൊക്കെ വാട്സപ്പ് ത്രൂ തന്നെ ബുക്ക് ചെയ്യാം. അങ്ങനെ ഏറ്റവും പെട്ടെന്ന് നമ്മളെ ട്രാൻസ്പോർട്ടേഷൻ വേ ഈസി ആക്കി തരും. ഇവിടുന്ന് ഏകദേശം എല്ലാ വ്യൂ പോയിൻറ്റ്സുക്കും നമ്മൾ ഗൂഗിൾ മാപ്പ് വഴി മെട്രോൻ്റെ ലൊക്കേഷൻസ് നോക്കിയാൽ മതി. നമ്മൾ ദില്ലി ഹാട്ടിൽ ഇറങ്ങി പിങ്ക് ലൈനിൽ അങ്ങോട്ടാ ഇവിടെ എത്തിയപ്പാടെ ഫസ്റ്റ് തന്നെ നമ്മൾ ഫുഡ് കഴിച്ചു. അതിനുശേഷം പിന്നെ നമ്മൾ സ്ട്രീറ്റ് കാണാനും വേണ്ടിയിട്ട് ഇറങ്ങി. അങ്ങനെ നമ്മൾ ഇവിടെ ഷോപ്പൊക്കെ കണ്ടപ്പോൾ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിന്നു. ഒരുപാട് ഷോപ്പുകൾ ഇങ്ങനെ അടുത്തടുത്ത് ഒരുപാട് ഷോപ്പുകൾ, എല്ലാം ഏതെടുക്കണം എന്നറിയില്ല. ആ ഒരു ടൈപ്പ് സാധനങ്ങൾ, ഒരുപാട് സാധനങ്ങൾ. ഡ്രസ്സ് മാത്രമല്ല, ക്ലോത്ത്സ് ഗാർമെൻറ്റ്സ് മാത്രമല്ല, ഹോം ഡെക്കേഴ്സ്, കിച്ചൻ്റെ ഐറ്റംസ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. പക്ഷേ ഭയങ്കര ക്രൗഡഡ് ആണ്. നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. അങ്ങനെ മോളെയും കൊണ്ട് നമ്മൾ കുറച്ചൊന്ന് പണി പെട്ടിട്ടൊക്കെ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കൂട്ടി. പക്ഷേ നമ്മൾ ടൈം വൈകുന്തോറും അവിടെ ക്രൗഡ് കൂടിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞതാ നമ്മൾ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ തിരിച്ച് നമ്മൾ മെട്രോയിൽ തന്നെയാണ് പോകുന്നത്. നമ്മളെ റൂമിൻ്റെ ഭാഗത്തോട്ടും എയർപോർട്ട് ലൈൻ എന്നാണ് പറയാം. അപ്പോൾ അതിൽ കയറാൻ വേണ്ടി പോവാണ്. നമ്മൾ റൂം എടുത്തിട്ടുള്ളത് എയർപോർട്ടിൻ്റെ അടുത്തായതുകൊണ്ട് നമ്മൾ എയർപോർട്ടിൻ്റെ അടുത്തുള്ള മെട്രോയിലോടാണ് പോകുന്നത്. എയർപോർട്ടിൻ്റെ അടുത്തുള്ള മെട്രോ ആയിട്ടാവും കുറച്ച് അത്യാവശ്യം നല്ല സ്ഥലത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും നല്ല എന്താ പറയുക, ഇൻറ്റീരിയേഴ്സും ഒക്കെ അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടെ സ്റ്റാൻഡേർഡായിട്ട്. നല്ല ടയർഡായി. എത്ര മെട്രോ കയറി എത്ര ബസ് കയറി ഒരു ഐഡിയ ഇല്ല.